സ്മോൾ സ്കെയിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വെൽ ക്ലോറിനേഷനെ കുറിച്ചാണ്. കിണറുകളെ ക്ലോറിനേഷൻ ചെയ്യുന്നതിൻ്റെ മെത്തേഡുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമ്മൾ പഠിച്ച് കഴിഞ്ഞല്ലേ, നമ്മൾ സ്മോൾ സ്കെയിൽ വാട്ടർ പ്യൂരിഫിക്കേഷനിൽ എങ്ങനെ ഹൗസ് ഹോൾഡ് പ്യൂരിഫിക്കേഷൻ എങ്ങനെയൊക്കെ ചെയ്തിരുന്നത് നമ്മൾ പഠിച്ചു. ബോയിലിംഗ്, അതുപോലെ തന്നെ കെമിക്കൽ ഡിസൻഫെക്ഷനിൽ വരുന്ന അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിനെ കുറിച്ചൊക്കെ പഠിച്ചല്ലേ. അപ്പം നമ്മൾ കിണർ ക്ലോറിനേഷൻ ചെയ്യാൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ബ്ലീച്ചിങ് പൗഡർ കൊണ്ടാണ്. നമ്മൾ കിണർ ക്ലോറിനേഷൻ ചെയ്യുന്നത് നമുക്ക് ഫീൽഡിലാണെങ്കിലും ഏത് അവസരത്തിലാണെങ്കിലും കൂടെ നമുക്ക് പെട്ടെന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വെൽ ക്ലോറിനേഷൻ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെ മെത്തേഡുകളാണ്, ആ സ്റ്റെപ്പുകളാണെന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകളിലേക്ക് പോവാം. നമ്മളിപ്പം സ്മോൾ സ്കെയിൽ പ്യൂരിഫിക്കേഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വരുന്നത് വെൽ ഡിസൻഫെക്ഷൻ, കിണറുകൾ എങ്ങനെ അണുനശീകരണം ചെയ്യാം എന്നുള്ളതാണ് ക്ലോറിനേഷൻ ക്ലാസ്സിലുള്ളത്. അപ്പം ഇപ്പോൾ കിണറെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വാട്ടർ സോഴ്സാണ്. നമുക്ക് സാധാരണ ഈ റൂറൽ ഏരിയാസിലൊക്കെ കിണറുകളാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കുടിവെള്ളത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കിണറുകളെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ കിണറുകളിൽ നിന്ന് പടർന്നേക്കാവുന്ന അസുഖങ്ങളിൽ ഏറ്റവും മേജറായിട്ടുള്ള ഒരു അസുഖമാണ് കോളറ. ഇപ്പോൾ കിണറുകൾ കണ്ടാമിനേഷൻ ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വേഗത്തിൽ സ്പ്രെഡാവുന്ന അസുഖമാണ് കോളറ അസുഖങ്ങൾ. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിലൊക്കെയാണ് നമുക്ക് ക്ലോറിനേഷൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കൂടുതലായിട്ട് ചെയ്യേണ്ട കാര്യക്ഷമമാക്കേണ്ട ഇതൊക്കെ ഇത്തരം സിറ്റുവേഷനിലാണ്. കിണറുകൾ കണ്ടാമിനേഷൻ ആകുമ്പോൾ അസുഖങ്ങൾ തീർച്ചയായിട്ടും വരും, വാട്ടർ ബോർഡ് ഡിസീസുകൾ വരും. അപ്പോൾ ഇത്തരം അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രക്രിയകളാണ്, അതിലത്തെ മേജറായിട്ടുള്ള പ്രവൃത്തിയാണ് അത് ക്ലോറിനേറ്റ് ചെയ്യുക, അണുനശീകരണം ചെയ്യുക ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചത്. അപ്പം അതിനകത്ത് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ചീപ്പ് മെത്തേഡ് ഫോർ ഡിസൻഫെക്ഷൻ ഈസ് യൂസിങ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെൽസ് ക്ലോറിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിണർ ക്ലോറിനേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, ആ കിണറിലുള്ള വെള്ളത്തിൻ്റെ അളവ്, എത്രത്തോളം വെള്ളമുണ്ട് എന്നത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എത്രത്തോളം വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിന് അനുപാതമായിട്ടുള്ള അളവിലാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ എടുക്കുക. അപ്പോൾ നമുക്ക് ആ കിണറിൽ എത്ര വെള്ളം ഉണ്ടാവും എന്നുള്ളതാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫൈൻഡ് ദി വോളിയം ഓഫ് വാട്ടർ ഇൻ വെൽ. ആ കിണറിൽ എത്രത്തോളം വെള്ളം ഉള്ളതെന്ന് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമുലയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഒരു കിണറിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റില്ലല്ലോ, അതിൽ ഇത്രത്തോളം വെള്ളമുണ്ട്, ഇത്ര ലിറ്റർ വെള്ളമുണ്ട്, അല്ലെങ്കിൽ ഇത്ര ക്യൂബിക് മീറ്റർ വെള്ളമുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു ഇക്വേഷൻ ഉപയോഗിക്കും. ആ ഇക്വേഷനിലൂടെ നമുക്ക് ആ കിണറിൽ എത്ര വെള്ളമുണ്ടെന്ന് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ കിണറിലുള്ള വെള്ളത്തിൻ്റെ വാട്ടർ കോളം, അതിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് നമ്മൾ അളന്നെടുക്കും. കിണറിലുള്ള വെള്ളത്തിൻ്റെ ഡെപ്ത് എത്രയാണ്, ആ വാട്ടർ കോളം ഡെപ്ത് എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തും. നമുക്ക് അതിനെ എച്ച് എന്ന് മാർക്ക് ചെയ്യാം, ഇക്വേഷനിൽ ഉപയോഗിക്കാവുന്ന എച്ച് എന്ന് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ കിണറിൻ്റെ ഡയമീറ്റർ, ആ കിണറിൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് നമുക്ക് അളന്നെടുക്കാം. ഓക്കെ, അതിന് നമുക്ക് ഡി എന്ന് മാർക്ക് ചെയ്യാം. അപ്പം നമ്മളെന്ത് ചെയ്തു, കിണറിലുള്ള വെള്ളത്തിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് കണ്ടെത്തുന്നു, അതിനുശേഷം ഈ കിണറിൻ്റെ ഡയമീറ്റർ എത്രയെന്ന് കണ്ടെത്തുന്നു. ഇനി നമുക്ക് അതൊരു കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഫോർമുലയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമുക്ക് ആ കിണറിൽ എത്ര ക്യൂബിക് മീറ്റർ, അല്ലെങ്കിൽ ഒരു ക്യൂബിക് മീറ്റർ പറഞ്ഞാൽ 1000 ലിറ്ററാണ്. അപ്പോൾ എത്ര ലിറ്റർ വെള്ളം കിണറിലുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അളന്നെടുക്കാൻ പറ്റും. അതിൻ്റെ ആ ഫോർമുല ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്കത് ലിറ്ററിലാണ് വെള്ളം, എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്നാണ് അറിയേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫോർമുല എങ്ങനെയാണ്, 3.14 പൈ ആണ് അത് പറയുന്നത്. പൈയുടെ വാല്യൂ ആണ് ഇൻറ്റു ഡി സ്ക്വയർ. ഡി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഡയമീറ്റർ അതിൻ്റെ സ്ക്വയർ കാണുക, ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ ഡെപ്ത് ഓഫ് വാട്ടർ കോളം, വെള്ളത്തിൻ്റെ ഡെപ്ത് എത്രയാണെന്നുള്ളത് കാണുക. അപ്പം പൈ ഇൻറ്റു ഡി സ്ക്വയർ ഇൻറ്റു എച്ച് ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1000. ഈ ഫോർമുലയിൽ നമുക്ക് ഈ ഡിയുടെയും എച്ചിൻ്റെയും വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ കിണറിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്ന് നമുക്ക് അളന്നെടുത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ അളന്നെടുക്കുന്ന വെള്ളത്തിൽ അതിനകത്ത് ഒരു 10,000 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കറിയാവില്ല 1 ലിറ്റർ വെള്ളത്തിന് എത്ര ക്ലോറിൻ എടുക്കണം എന്നൊക്കെ നമുക്ക്
പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ആ കിണറിലുള്ള വെള്ളത്തിൻ്റെ ഡെപ്ത്ത്, ആ കിണറിൽ എത്രത്തോളം വെള്ളമുണ്ടെന്ന് നമ്മൾ ആദ്യം അളന്ന് മനസ്സിലാക്കിയെടുക്കും. അടുത്ത് വരുന്നത് ഫൈൻഡ് ദി എമൗണ്ട് ഓഫ് ബ്ലീച്ചിങ് പൗഡർ റിക്വയർഡ് ഫോർ ഡിസിൻഫെക്ഷൻ. ഇനിയാണ് ഉള്ളത്, ഇപ്പോൾ നമുക്ക് ഇത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ആ വെള്ളത്തിലേക്ക് എത്ര ഗ്രാം ആണ് ബ്ലീച്ചിങ് പൗഡർ ആവശ്യമുള്ളത്, അത് ഡിസിൻഫെക്ഷൻ, ആ വെള്ളം മുഴുവൻ ഡിസിൻഫെക്ഷൻ ചെയ്യാനുള്ള എത്ര അളവാണ് ബ്ലീച്ചിങ് പൗഡർ വേണ്ടത് എന്നുള്ളത് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. അതിന് ഉപയോഗിക്കുന്ന നമുക്ക് എസ്റ്റിമേറ്റ് ദി ക്ലോറിൻ ഡിമാൻഡ് ഓഫ് ദി വെൽ ബൈ ഹൊറോക്സ് അപ്പാരറ്റസ് വെച്ചിട്ടാണ് അതിൻ്റെ ക്ലോറിൻ ഡിമാൻഡ് എത്രയാണെന്ന് നമുക്ക് അളന്നെടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിപ്പം ഫീൽഡിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അപ്പാരറ്റസും കൊണ്ട് ചിലപ്പം അത് പോസിബിൾ ആവില്ല. ചിലപ്പോൾ അന്നേരം അത് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവാൻ സാധ്യത ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നതാണ്, 2.5 ഗ്രാം അപ്രോക്സിമേറ്റ് 2.5 ഗ്രാം ഗുഡ് ക്വാളിറ്റി ബ്ലീച്ചിങ് പൗഡർ ഈസ് റിക്വയർഡ് ടു ഡിസിൻഫെക്റ്റ് 1000 ലിറ്റർ ഓഫ് വാട്ടർ. 1000 ലിറ്റർ വെള്ളത്തിലേക്ക് 2.5 ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് ആവശ്യമുള്ളത്. അപ്രോക്സിമേറ്റ് 2.5 ഗ്രാം ഓഫ് ഗുഡ് ക്വാളിറ്റി ബ്ലീച്ചിങ് പൗഡർ, നല്ല ക്വാളിറ്റിയുള്ള ബ്ലീച്ചിങ് പൗഡർ 2.5 ഗ്രാം 1000 ലിറ്റർ വെള്ളത്തിലേക്ക് 2.5 ഗ്രാം എന്ന തോതിലാണ് നമുക്ക് ബ്ലീച്ചിങ് പൗഡർ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ എടുക്കേണ്ട അളവ് മനസ്സിലായല്ലോ. 1000 ലിറ്ററിന് 2.5 ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് എടുക്കേണ്ടത്. ഇനി എന്ത് ചെയ്യണം, ഡിസോൾവ് ദി ബ്ലീച്ചിങ് പൗഡർ ഇൻ വാട്ടർ. നമ്മൾ ഇത്രയും ബ്ലീച്ചിങ് പൗഡർ എടുത്തത് നേരിട്ട് ഡയറക്റ്റ് കിണറിലേക്ക് ഇടുകയല്ല വേണ്ടത്. അപ്പോൾ അതിൻ്റെ മെത്തേഡാണ് പറയുന്നത് ഡിസോൾവ് ദി ബ്ലീച്ചിങ് പൗഡർ ഇൻ വാട്ടർ. എങ്ങനെയാണ് അത് ചെയ്യുക, നമ്മളിപ്പം എത്ര വെള്ളം ഉണ്ടെന്ന് നോക്കി അതിൻ്റെ അനുപാതമായിട്ടുള്ള ബ്ലീച്ചിങ് പൗഡർ എടുത്തു. ബ്ലീച്ചിങ് പൗഡർ ഈസ് ടേക്കൺ ഇൻ എ ബക്കറ്റ് ആൻഡ് മെയ്ഡ് ഇൻ ടു ദ തിൻ പേസ്റ്റ്. ഒരു ബക്കറ്റിലേക്ക് ഈ ബ്ലീച്ചിങ് പൗഡർ, നമുക്ക് ആവശ്യത്തിനെടുത്ത ബ്ലീച്ചിങ് പൗഡർ ഒരു ബക്കറ്റിലേക്ക് എടുത്ത് അത് ഒരു തിൻ പേസ്റ്റ് രൂപത്തിൽ ആദ്യം മിക്സ് ചെയ്യണം, ഒരു പേസ്റ്റ് രൂപമാക്കണം. അപ്പോഴാണ് അത് കൃത്യമായിട്ട് അത് ഡിസോൾവ് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. അതിനുശേഷം ആ ബക്കറ്റിലേക്ക് വീണ്ടും നമ്മളൊരു 3/4 ഭാഗത്തോളം വീണ്ടും വെള്ളം ഒഴിക്കും. വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒഴിച്ച വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റിർ ചെയ്യുന്നു, നന്നായിട്ട് ഇളക്കിയിട്ട് റൗണ്ട് സ്റ്റിർ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് അത് നമ്മളവിടെ സൂക്ഷിച്ച് വെക്കും. എന്തിനാണ്, അത് സെഡിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ ബ്ലീച്ചിങ് പൗഡറിന് ഉള്ളിലും ലൈമിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും, ലൈമിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലേ. ക്ലോറിനേറ്റഡ് ലൈമാണല്ലോ ബ്ലീച്ചിങ് പൗഡർ. അപ്പോൾ അത് സെഡിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു 5-10 മിനിറ്റ് ആ ബക്കറ്റ് അങ്ങനെ വെക്കും. അപ്പം എങ്ങനെയാണ് ഡിസോൾവ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. ആദ്യം നമുക്ക് വേണ്ടുന്ന അളവ് ബ്ലീച്ചിങ് പൗഡർ എടുത്ത് അതൊരു ബക്കറ്റിലിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വീണ്ടും ആ ബക്കറ്റിലേക്ക് ഒരു 3/4 ഭാഗത്തോളം വെള്ളം വീണ്ടും ചേർക്കുക, നന്നായി ഇളക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങനെ വെക്കുക, ബക്കറ്റ് അങ്ങനെ വെക്കുക. അങ്ങനെ വെക്കുന്നത് കൊണ്ട് എന്തുണ്ടാവും, അതിൻ്റെ ആ പ്രസിപ്പിറ്റേറ്റ് കംപ്ലീറ്റ് അത് സെഡിമെൻറ്റ് ചെയ്യും, താഴേക്ക് വരും. അതിനുശേഷം ദി സസ്പെൻഡഡ് സൊല്യൂഷൻ ഇൻ വിച്ച് ഈസ് ക്ലോറിൻ സൊല്യൂഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു അനദർ ബക്കറ്റ്. അപ്പം ഈ 5-10 മിനിറ്റ് വെക്കുമ്പോൾ അതിലുള്ള മറ്റ് പാർട്ടിക്കിൾസൊക്കെ താഴെ അടിഞ്ഞുകൂടും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ക്ലിയർ ആയിട്ടുള്ള ക്ലോറിൻ സൊല്യൂഷൻ അത് നമ്മൾ വേറൊരു ബക്കറ്റിലേക്ക് മാറ്റി ഒഴിക്കും. കാരണം അതിൻ്റെ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും നമ്മൾ കിണറിലേക്ക് നിക്ഷേപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തെളിഞ്ഞ വെള്ളം, ക്ലിയർ വാട്ടർ, ആ സൊല്യൂഷൻ മാത്രം നമ്മൾ വേറൊരു ബക്കറ്റിലേക്ക് മാറ്റി വയ്ക്കും. ദി സെഡിമെൻറ്റ് ഷുഡ് നോട്ട് പ്രൊവൈഡ് ഇൻ ടു ദി വെൽ ആസ് ഇറ്റ് ഇൻക്രീസ് ദി ഹാർഡ്നെസ് ഓഫ് ദി വാട്ടർ. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ പ്രസിപ്പിറ്റേറ്റ് കിണറിലേക്ക് ഇട്ടുണ്ടെങ്കിൽ കിണറിൻ്റെ ആ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് കൂടും. അതുകൊണ്ടാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മൾ കിണറിലേക്ക് ഇടരുതെന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്യുന്നു, നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഈ ക്ലോറിൻ സൊല്യൂഷൻ വേറൊരു ബക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, വേറൊരു ബക്കറ്റിലേക്ക് മാറ്റി ഒഴിക്കുന്നു. അതിനുശേഷം ഡെലിവറി ഓഫ് ക്ലോറിൻ സൊല്യൂഷൻ ഇൻ ടു ദ വെൽ. കിണറിലേക്ക് ഈ ക്ലോറിൻ സൊല്യൂഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡെലിവറി ചെയ്യേണ്ടതാണ്. ദി ബക്കറ്റ് കണ്ടെയ്നിങ് ക്ലോറിൻ സൊല്യൂഷൻ ഈസ് ലോവേഡ് സം ഡിസ്റ്റൻസ് ബിലോ ദി വാട്ടർ സർഫസ്. നമ്മൾ ഈ ബക്കറ്റ് ഇപ്പം ഒരു ക്ലിയർ ആയിട്ടുള്ള ക്ലോറിൻ സൊല്യൂഷൻ വേറൊരു ബക്കറ്റിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞല്ലോ. ആ സൊല്യൂഷൻ നമ്മൾ കിണർ വെള്ളത്തിലേക്ക് ഇറങ്ങും. എത്രത്തോളം ഇറക്കും, ലോവേഡ് സം ഡിസ്റ്റൻസ് ബിലോ ദി വാട്ടർ സർഫസ്, നമ്മൾ വാട്ടർ സർഫസിൻ്റെ താഴേക്ക് ഇറക്കി വിടും. ദി വെൽ വാട്ടർ ഈസ് അജിറ്റേറ്റഡ് ബൈ മൂവിങ് ബക്കറ്റ് വയലൻ്റ്ലി ബോത്ത് വെർട്ടിക്കലി ആൻഡ് ലാറ്ററലി. അങ്ങനെ താഴേക്ക് ഇറക്കിയ ആ ബക്കറ്റ് നമ്മൾ ശക്തിയായി കുത്തി ഇളക്കും, ഈ വെള്ളം നന്നായിട്ട് ഇളക്കും. എന്തിനു വേണ്ടിയിട്ടാണ്,
ആ വെള്ളത്തിലേക്ക് കംപ്ലീറ്റ് ഈ ക്ലോറിൻ സൊല്യൂഷൻ അപ്ലൈ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ആ കിണറിലേക്ക് വെർട്ടിക്കലും ഹൊറിസോണ്ടലൊക്കെ ആയിട്ട് നന്നായിട്ട് ഇളക്കും, എല്ലാ ഭാഗത്തേക്കും ഈ ക്ലോറിൻ സൊല്യൂഷൻ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ക്ലോറിൻ സൊല്യൂഷൻ അപ്ലൈ ചെയ്തു. ഇനി എന്ത് വേണം? നമ്മളൊരു കോണ്ടാക്ട് പീരീഡ് ഉണ്ടാവും അല്ലേ? ഒരു കോണ്ടാക്ട് പീരീഡ് 1 മണിക്കൂറാണ് കോണ്ടാക്ട് പീരീഡ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഡിസിൻഫെക്ഷൻ നടക്കാൻ 1 മണിക്കൂർ സമയമാണ് വേണ്ടത്. അപ്പം എ കോണ്ടാക്ട് പീരീഡ് ഓഫ് 1 hour ഈസ് അലൗഡ് ബിഫോർ ദി വാട്ടർ ഡ്രോൺ ഫോർ യൂസ്. നമ്മൾ ആ 1 മണിക്കൂറിന് ശേഷം മാത്രമാണ് ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അതിൻ്റെ മെത്തേഡുകൾ പഠിച്ചല്ലോ. കിണറിൽ ഉള്ള വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. അതിന് ആനുപാതികമായിട്ടുള്ള ബ്ലീച്ചിങ് പൗഡർ എടുക്കുന്നു. ആ ബ്ലീച്ചിങ് പൗഡർ ആദ്യം ഒരു പേസ്റ്റ് രൂപത്തിലാക്കുന്നു. അതിലേക്ക് വീണ്ടും വെള്ളമൊഴിച്ച് അത് നന്നായി ഇളക്കിയിട്ട് അതിൻ്റെ പ്രസിപ്പിറ്റേറ്റുകൾ മാറ്റിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ക്ലോറിൻ സൊല്യൂഷൻ വേറൊരു ബക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ ക്ലോറിൻ സൊല്യൂഷൻ കിണറിലേക്ക് ഇറക്കിയിട്ട് നന്നായി താഴ്ത്തിയിട്ട് ഏറ്റവും താഴെ ഭാഗത്ത് എത്തക്കത്ത രീതിയിൽ ഇറക്കിയിട്ട് നന്നായി വലിച്ച് താഴ്ത്തി അത് ആ വെള്ളത്തിലെല്ലാം മിക്സ് ആവുന്ന രീതിയിൽ അത് കുത്തി ഇളക്കുന്നു. അങ്ങനെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? 1 മണിക്കൂർ സമയം ഒരു കോണ്ടാക്ട് പീരീഡായിട്ട് വെക്കുന്നു. 1 മണിക്കൂർ സമയമാണ് കോണ്ടാക്ട് പീരീഡ്. ആ സമയത്തിന് ശേഷം ആണ് ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ കോണ്ടാക്ട് പീരീഡ് 1 hour ആണ് കോണ്ടാക്ട് പീരീഡ് പറയുന്നത്. ഇനി നമ്മൾ ഈ ക്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മളൊരു ടെസ്റ്റ് ചെയ്യും. ഓർത്തോടോളുറിൻ ആർസനിക് ടെസ്റ്റ് ചെയ്യും. അതെന്തിനാണ് ആ ടെസ്റ്റ് ചെയ്യുന്നത്? ടു ഫൈൻഡ് ദി റെസിഡ്യൂൽ ക്ലോറിൻ അറ്റ് ദി എൻഡ് ഓഫ് 1 hour കോണ്ടാക്ട്. നമ്മളിപ്പോൾ 1 മണിക്കൂർ കോണ്ടാക്ട് പീരീഡ് പറഞ്ഞല്ലേ? അപ്പോൾ ഈ 1 മണിക്കൂർ കോണ്ടാക്ട് പീരീഡ് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ എത്രത്തോളം റെസിഡ്യൂൽ ക്ലോറിൻ ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഓർത്തോടോളുറിൻ ആർസനിക് ടെസ്റ്റ് ചെയ്യുന്നത്. ഇഫ് ദി റെസിഡ്യൂൽ ക്ലോറിൻ ലെവൽ ഈസ് ലെസ് ദാൻ 0.5 mg/L, ദി ക്ലോറിനേഷൻ പ്രൊസീജിയർ ഷുഡ് ബി റിപ്പീറ്റഡ്. നമ്മൾ ആ ക്ലോറിൻ ഡിമാൻഡ് പറഞ്ഞു. ഫ്രീ റെസിഡ്യൂൽ ക്ലോറിൻ്റെ അളവ് എത്രയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 0.5 mg/L ആണ്. ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് 0.5 mg റെസിഡ്യൂൽ ക്ലോറിനാണ് ആവശ്യമുള്ളത്. നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തിട്ട് ഇത്രത്തോളം അളവ് ആ ഫ്രീ റെസിഡ്യൂൽ ക്ലോറിൻ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊസീജിയർ, ക്ലോറിനേഷൻ പ്രൊസീജിയർ വീണ്ടും ആവർത്തിക്കണം. കാരണം നമുക്ക് 0.5 mg/L ആ ഒരു റെസിഡ്യൂൽ ക്ലോറിൻ കൃത്യമായിട്ട് വന്നാൽ മാത്രമേ ഡിസിൻഫെക്ഷൻ പ്രക്രിയ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. ആ വെള്ളം നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വെൽസ് ആർ ബെസ്റ്റ് ഡിസിൻഫെക്റ്റ് അറ്റ് നൈറ്റ് ആഫ്റ്റർ ഡേ. നമ്മൾ സാധാരണഗതിയിൽ രാത്രി കാലങ്ങളിലാണ് കിണർ ഡിസിൻഫെക്ഷൻ ചെയ്യാൻ ഏറ്റവും സേഫ്. കാരണം നമുക്ക് ആ കോണ്ടാക്ട് പീരീഡ് കൃത്യമായിട്ടുള്ള ആ സമയം കിട്ടും രാത്രി സമയങ്ങളിൽ ചെയ്യുമ്പോൾ. പിന്നെ പകൽ നേരം വെളുക്കുമ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗിലൊക്കെ ആകുമ്പോഴേക്കും വെള്ളം ക്ലീൻ ആവും, അത് സേഫായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വെൽ ക്ലോറിനേഷൻ്റെ ഭാഗത്ത് പറയാനുള്ളൂ. വെൽ ക്ലോറിനേഷൻ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു മെത്തേഡാണ്. ഇപ്പം പല സ്ഥലങ്ങളിലും ഇപ്പം സംശയങ്ങൾ ചോദിച്ചിരിക്കാം ആളുകൾ. ഇപ്പം ഫീൽഡിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അങ്ങനെ എവിടെ പോകുമ്പോഴും എന്തൊരു കാര്യത്തിനാണെങ്കിലും ഒരു ജേഴ്സിക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വെൽ ക്ലോറിനേഷൻ മെത്തേഡുകൾ. അപ്പോൾ ഈ മെത്തേഡുകൾ കൃത്യമായിട്ട് കേട്ട് പഠിക്കുക. നോട്ട്സുകൾ അയച്ചിട്ടുണ്ട്, അതും കൂടി കമ്പൈൻ ചെയ്ത് പഠിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഈ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.